ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എപ്പിസോഡ് ഓഫ് മൈൻക്രാഫ്റ്റ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ ഒരു ഇത്തരം കൊല്ലുന്നു, പക്ഷെ അവനെ കൊല്ലാൻ നമുക്ക് ഇനിയും സാധനങ്ങളൊക്കെ വേണം. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇന്നലെ ഞാൻ അറിയാതെ പറഞ്ഞു ഇന്ന് കൊല്ലുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് കൊല്ലത്തില്ല, കാര്യം നമുക്ക് വേറൊരു സാധനം കൂടെ കളക്ട് ചെയ്യണം. അതിന്റെ പേരാണ് മറ്റേ ഐ ഓഫ് ഫെൻഡർ അല്ലെ, ഐ ഓഫ് ഫെൻഡർ. അതന്നെ, അതും വേണം. ഇനി നമുക്ക് നമ്മുടെ ടൂൾസ് റെഡി ആകണം. അപ്പൊ കുറച്ചധികം പണികളും കൂടെ ഇനി നമുക്കുണ്ട്, കുറച്ച് പണികളും ഉണ്ട്. അതുകൂടെ തീർത്തിട്ട് നമ്മള് ഡ്രാഗനെ കൊല്ലാൻ പോകും. അപ്പൊ ഇന്നത്തെ നമ്മളെ പരിപാടി ഡ്രാഗന്റെ ആ കണ്ണ് ഒപ്പിക്കലാണ്. ഓക്കെ, അപ്പം അതിലേക്ക് നമുക്ക് പോവാം. അപ്പൊ ഞാൻ അതിന്റെ കോഡ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെയായിരുന്നു? 100-118 പോയാൽ മതി. ഈ സീഡ് കളിക്കുന്നവര് 100-110 പോയാൽ മതിയോ? ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് സീഡ് ഞാൻ അടിച്ചതാ. ഫ്ലാഷ് സീഡ്, ഇതാണ് സീഡ്. ചീടുന്നല്ലോ. ഓക്കെ, അപ്പം നമുക്ക് അങ്ങോട്ട് തന്നെ തോന്നുന്നു പോകുന്ന അങ്ങോട്ടല്ലേ. F3 അടിച്ചിട്ട് ഇതിനെ കട്ടുന്നുണ്ട്. ഇങ്ങോട്ട് പോണം, ഇങ്ങോട്ട് പോണം. ഇങ്ങോട്ട് കൂടും, ഇങ്ങോട്ട് കൂടും, ഇങ്ങോട്ട് കൂടും. അപ്പൊ ഇങ്ങനെയല്ല, ഇങ്ങോട്ടല്ല, ഇങ്ങോട്ടാണോ? ഞാൻ ഇവിടെ നിന്ന് കണ്ടുപിടിക്കട്ടെ. ഇത് കുറയണം, ഇതും കുറഞ്ഞോളാം. അപ്പൊ ഇങ്ങോട്ടാണ് കറക്റ്റ് ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങോട്ടാണ് പോകാനുള്ള. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മള് കരമാർഗം, മറ്റേ മറ്റേ കരമാർഗം ഏതെങ്കിലുമൊക്കെ കൂടെ പോണം. ഇവിടെ ജലമാർഗം പോകാൻ നോ നിവർത്തി, ബിക്കോസ് താഴെ മുതൽ ജലമല്ല, ലാവയാണ്. ലാവ വീണ് കഴിഞ്ഞാൽ പൊള്ളി വരും. ഓക്കെ, അപ്പൊ നമുക്ക് സൂക്ഷിച്ചു പോവാം. ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ. അപ്പൊ ഞാനേ ഒരു കാര്യം ചെയ്യാം, അവിടെ ചെന്നിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ എത്തി. ഈ നീല സ്ഥലത്ത് തന്നെയാണ് പറയുന്നത് വാർപ്ഡ് ഫോറസ്റ്റ് എന്ന്. ഇവന്മാരെ കണ്ണി നോക്കി ഇവന്മാർ വെച്ച് അടിച്ചിരിക്കും കേട്ടോ. അവന്മാര് ഭയങ്കര ചുമ്മാ കണ്ണി നോക്കാനും വേണ്ടി അവന്മാർ ഇങ്ങനെ ചുമ്മാ പറക്കെ നടന്ന് ശല്യപ്പെടുത്തും നമ്മൾ. അപ്പൊ നമ്മളവരെ കണ്ണി നോക്കാതെ നോക്കുന്നത് ഈ പ്ലസ് പോയിന്റ് അവന്റെ മുഖത്ത് കൊണ്ട് വയ്ക്കരുത് കേട്ടോ. എന്നിട്ട് ഇത് മൊത്തം നമ്മളിങ്ങനെ പൊളിക്കും. ജസ്റ്റ് ഒന്ന് പൊളിച്ച് ഇത് ഇങ്ങനെ എന്ത് വെച്ചാടാ സ്പീഡിൽ പൊളിക്കണേ. അതൊക്കെ കണ്ടോ, അവനായിട്ട് നമുക്ക് ഇങ്ങനെ നിന്നൊക്കെ തരും. നല്ല മനുഷ്യനാണ്. കണ്ടോ. ഇനി എന്ത് ചെയ്യാ, ഇവിടെ വന്നിട്ട് വെട്ടാം, നല്ലോണം തന്നെ വെട്ടാം. വെട്ടി പൊളിക്കുക അവന്റെ പാറ. അയ്യോ, അമ്പ് ചെയ്യരുത്. അമ്പ് ചെയ്ത് എനിക്ക് തോന്നുന്നു അവൻ ചിലപ്പോൾ ടെലപ്പോർട്ട് അടിക്കും. ആദ്യത്തെ തന്നെ തന്നു. എന്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നൊരിക്കൽ മഴയത്ത് വന്നു. നിങ്ങൾ കണ്ടോ? അപ്പൊ ഇങ്ങനെ നമുക്ക് ഏകദേശം 16 എണ്ണം വേണം. നിങ്ങളെ കാണിക്കാൻ ഒരു 2 എണ്ണെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. കേട്ടോ കേട്ടോ. അതാ ഇവിടെ ഉണ്ടല്ലോ. കണ്ടോ, ഇവന്മാരിങ്ങനെ ബ്ലോക്കൊക്കെ എടുത്തോണ്ട് പോകും. നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ ബ്ലോക്ക് എടുത്തോണ്ട് പോകും. അപ്പോഴേ അടി കൊടുക്കണം. ഇവിടെ ഇങ്ങനെ വന്നിട്ട് ബോട്ട് വെച്ച് കൊടുത്താൽ മതി, ഇവ ഇങ്ങനെ കയറിക്കോളും. നിങ്ങൾ വിചാരിക്കും എളുപ്പമുള്ള പണിയൊന്നും, സംഭവം നല്ല പാടാണ്. ഇവ ചിലപ്പോൾ വെച്ച് അടിച്ചു തരും. ഇങ്ങനെ ചാടി 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 അടിക്കുക. രണ്ടാമത്തെ തന്നു. കണ്ടോ, നല്ല മെഷീൻ. എല്ലാരും തരണമൊന്നുമില്ല കേട്ടോ. ഇച്ചിരി ടഫാണിത് കണ്ടുപിടിക്കാൻ. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് നല്ലോണം കേൾക്കാൻ പറ്റുമെന്ന്. കാര്യം ഞാൻ ഇപ്പം ഹെഡ്സെറ്റ് വെച്ചിട്ടില്ല. ഓക്കെ, ഹെഡ്സെറ്റ് ഞാൻ വെച്ചു, പക്ഷെ ഞാനത് വേറെ രീതിയിൽ വെച്ച് കേസ്. കാരണം ഞാൻ പണ്ടത്തെ ഒരു എമർജൻസി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എമർജൻസിയില് മറ്റേ CFL എമർജൻസി അറിയാമോ, പണ്ടത്തെ വീടുകളിലൊക്കെ ഉപയോഗിക്കണം. അത് എനിക്ക് നിറങ്ങളൊക്കെ കിട്ടി. ഞാൻ അങ്ങ് താങ്ങി. അപ്പൊ ഞാൻ അതിനെന്തെങ്കിലും റെഡിയാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് താങ്ങിയത്. അപ്പൊ പണ്ടത്തെ CFL-ഉം ബോർഡൊക്കെ വേറെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതിന് ശരിയാക്കിയതിനെക്കാട്ടി നല്ലത് കളയണതാണ് എന്ന് വിചാരിച്ച് ഞാൻ അതിന്റെ പാട്ട ഇവിടെ ഇട്ടേക്കായിരുന്നു. ഈ CFL മറ്റേ ഇങ്ങനെ കമ്പി പോലെ പൊങ്ങി നിൽക്കും. ഞാൻ നോക്കിയപ്പോ ആ പാർട്ട് മാത്രമുണ്ട്. ഇപ്പൊ ഞാൻ ഹെഡ്സെറ്റിന്റെ മൈക്ക് അതിനകത്ത് കയറി തിരുവി. മനസ്സിലായ? ഇതുവരെയായിട്ട് ഇവന്മാർ സ്പോൺ ആവുന്നില്ല. അതാണ് പ്രശ്നം. ഇവന്മാർ സ്പോൺ ആവൂല. ഇച്ചി പ്രശ്നമാണ് ഇവന്മാർ സ്പോണാവാൻ. കണയാണ്. പിന്നെ എനിക്ക് ബ്ലോക്ക് കഴിഞ്ഞില്ല. അവസാനം ഞാൻ വീട്ടിൽ പോയിട്ടാണ് ബ്ലോക്ക് ഒക്കെ എടുത്തുകൊണ്ട് വന്നത്. ഓക്കെ, ഇങ്ങനെ 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 12 മണിയാകുമ്പോൾ എനിക്കൊന്ന് പോണം. ഓക്കെ, നമ്മൾ അയ്യോ നോക്കി കളിക്കാം. ഓക്കെ, എടാ എവിടെയാണോ? എടാ സംഭവം ഇല്ലേ? അണ്ണ ഇവനെ അവിടെ കൊന്നിട്ട് ഞാൻ ബാക്കി 16 വരെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. മച്ചാനെ ഒന്ന് കേറ. നല്ല കുട്ടിയാവ്. അത്രേ ഉള്ളൂ. ഇനി എനിക്ക് നിന്നെ അടിക്കാം. നീ എന്നെ അടിക്കൂല, കാര്യം നിനക്ക് പേടിയാ. നീ ചാവ്.
ഡേർട്ട് മാത്രമേ തന്നുള്ളൂ. കണ്ടോ ഇങ്ങനെ നമ്മളെ പറ്റിക്കും. ഒരാളും കൂടെ എൻട്രപ്പുകൾ തരുന്ന കാണിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നിർത്തിയരാം അല്ലേ. അത് വേണ്ട. അപ്പൊ ഞാൻ എന്തായാലും തൽക്കാലത്തേക്ക് നിർത്താം. എന്നെ കളഞ്ഞു പോകും ചിലപ്പം. അപ്പൊ ഞാൻ എന്തായാലും ഒരു 16 പേരെ ഒപ്പിച്ച് എന്റെ സ്പോണിൽ ചെന്നിട്ട് ഞാൻ നിങ്ങളെ ഇനി അപ്ഡേറ്റ് ചെയ്യാം. അയ്യോ അയ്യോ ഉം, ഉം. ഏ അയ്യോ ഞാൻ വന്ന ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും ഇവിടെ തന്നെ കറങ്ങിയൊക്കെ നിൽക്കാം. കിട്ടുന്നവരെയൊക്കെ അനുസരിച്ച് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ കുറെ നേരം ഇവിടെ നിന്നു, സംഭവങ്ങളൊക്കെ ഒപ്പിച്ചു. ഏകദേശം 16 ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഓക്കെ. ആ ബോട്ട് ഞാൻ ഇവിടെ വെച്ചിട്ട് പോയി നമുക്ക് ഇവിടെയൊക്കെ കുറെ നേരമൊക്കെ ഞാൻ വന്നു. ഇവിടെ തന്നെ കറങ്ങിയോളൂ, വലിയ ദൂരമൊന്നും പോയില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തന്നെ എന്നെ എപ്പൊ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. താഴെ അവൻ അടിക്കണം. വേണ്ട വേണ്ട വേണ്ട. ഓ അവനെ കണ്ടോ? ഇല്ല, നമുക്ക് പോവാ 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 പോവാ. ഒരു നിമിഷം പോലും ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല. ഓക്കെ. നെതർ ഒരു മെനക്കെട്ട സ്ഥലമാണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബ്രോ കമന്റ് ഇട്ടായിരുന്നു, 2 ബ്രോകൾ കമന്റ് ഇട്ടായിരുന്നു. ഒരാള് ഒരാൾ പാർക്കോർ കളിക്കാനും ഒരാള് എന്താ പറഞ്ഞ മോഫാം ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പൊ ബ്രോ ആ പറഞ്ഞ ബ്രോ കാണുന്നുണ്ടെങ്കിൽ ഇത് ബ്രോ ഉദ്ദേശം എന്താണ്? ഗോൾഡ് ഫാം ആണോ അതോ നെതറിലെ മോഫാം ആണോ? നെതറിലെ മോഫാം മറ്റേതാണോ അതോ മറ്റേ എന്തോ എനിക്ക് അതിനെ കുറിച്ച് അറിയാൻ വയ്യ. നെതറിലെ മോഫാം എങ്ങനെ ഉണ്ടാക്കാന്ന് എനിക്ക് അറിയാൻ വയ്യ. ഗോൾഡ് ഫാം ആണെങ്കിൽ എനിക്കറിയാം, മറ്റേ ഇന്റർമീറ്റ് ഒക്കെ വെച്ച് ചെയ്യാൻ എനിക്കറിയാം, അതാണ് എനിക്കറിയാം. പക്ഷെ ഈ പറഞ്ഞ ഈ മോബ് ഫാം, നെതറിലെ മോബ് ഫാം എന്താണ് ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല. അത് ചെന്ന് ഇത് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് റെഡിയാക്കായിരുന്നു. ഓ ഓടാ. ഓ ചത്ത്. ഓ ഫുഡ് എടാ. ഇപ്പൊ ഞാൻ ചത്തേനെന്നല്ല, ഞാൻ പകുതി ചത്തു. എഫിഷ്യൻസി 5ന്റെ ഉപയോഗം നോക്ക് ഗൈസ്. പിന്നെ മൈൻക്രാഫ്റ്റ് പോലത്തെ ഗെയിംസ് ഒക്കെ നമുക്ക് കളിക്കാം ഫ്രീ. മറ്റേ മറ്റേ ഇപ്പൊ മറ്റേ പൈസക്ക് ഒരു ഗെയിം ഇറങ്ങി ഏതരം മറ്റേ മറ്റേ HY മറ്റേത് എനിക്ക് അറിയാമായിരുന്നല്ലോ, ഞാൻ മറന്നുപോയി. മറ്റേ എന്തൊരു ഹൈറ്റൈൽ അതിന് ഹൈറ്റൈൽ. അതിന് എനിക്ക് തോന്നുന്നു 1000 രൂപയോ സംതിങ് ആണ്. ഞാൻ ഇതുവരെയും ഇങ്ങനെ പെയ്ഡ് ആയിട്ടുള്ള ഗെയിംസ് കളിക്കാറില്ല, കളിച്ചിട്ടില്ല. ഓക്കെ, അതാണ് സംഭവം. പൈസ മുടക്കാൻ താല്പര്യമില്ല മൊത്തം. ഇനി അതിന്റെ ലോഞ്ചർ വല്ല ഇറങ്ങാണ് നമ്മളെ മൈൻക്രാഫ്റ്റ് പോലെ അങ്ങനെ വല്ല വരുവാണെങ്കിൽ നമുക്ക് നോക്കാം. അല്ല, എനിക്ക് തോന്നുന്നു അതിന്റെ പണി നടക്കുന്നേ ഉള്ളൂ. എന്തോ അതിനെ കുറിച്ച് നമുക്കിപ്പോ നോക്കണ്ട. ഇവിടെ കളക്ട് ചെയ്താൽ പിന്നെ പിക്കാക്സും കൂടെ അങ്ങ് മെന്റ് ആവും. ഓ നീ നിന്ന് കഴിഞ്ഞാൽ ഈ 16 സാധനം ഇത് ഒപ്പിക്കാൻ പറ്റ പാട് എനിക്കറിയാം. ഞാൻ ഏകദേശം കുറെ നേരം കൊണ്ട് നിൽക്കുകയാണ്. മച്ചാൻ എന്തിനാ ഇവിടെ നീ ഇങ്ങനെ വന്നു? എനിക്ക് അവന്മാരെ കാണാൻ ഇങ്ങനെ ഒരു കൊട്ട് കൊടുക്കാൻ തോന്നുന്നു. ഇവന്മാര് ബ്രീഡ് ആക്കുന്നുണ്ടാടാ. അത് നോക്കിയില്ലല്ലോ. ബ്രീഡിംഗ് ഒക്കെ ഇങ്ങനെ പോകുന്നു. ഇതല്ലേ ഓ നിറച്ചാടാ ഇവന്മാര് ഇവിടെ. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ല. മച്ചാനെ നീ നിറച്ചോ, എനിക്ക് നീ വേണം ആൾക്കാര്. ഓക്കെ ഓക്കെ. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന ബ്ലേസ് ഒരു 8 എണ്ണം എടുക്കാം. ഇത് മൊത്തം നമുക്ക് പൗഡർ ആക്കാം. ഇനി എനിക്ക് തോന്നുന്നു ഇനി നമ്മൾ ഇതെടുത്തു ഇവിടെ വെച്ചു, ഇതെടുത്തു ഇവിടെ വെച്ചു. യെസ്, ലാസ്റ്റ് നമ്മളെ ഇത് 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 ഞാൻ എടുക്കണോ? വേണ്ട, എടുക്കാം. എവിടെ 1 2 നമ്മൾ എടുക്കുകയാണേ. 16 എണ്ണം. 100 റെസിപ്പി അൺലോക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും പണി വരുന്നുണ്ടോ പറ. ഓക്കെ, അങ്ങോട്ടാണ് ഇപ്പൊ കാണിക്കുന്നത്. ഇപ്പൊ നമ്മൾ എന്തായാലും ഇന്നും നമ്മൾ കൊല്ലാത്തില്ല. ഒരു 3 എപ്പിസോഡിനകത്ത് നമ്മൾ കൊല്ലും. ഏകദേശം ഒരു 2 ആഴ്ചക്കകം. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് 3 എപ്പിസോഡ്. കാര്യം എനിക്ക് ശനി ഞായർ മാത്രമേ റെക്കോർഡിങ് കിട്ടത്തുള്ളൂ. ഇനി എനിക്ക് സമയം ഉണ്ടെങ്കിൽ എനിക്ക് റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യാൻ റെക്കോർഡ് കുറെ കിടക്കുവാണ്. നമുക്ക് 4-5 എക്സാം ആണ് വർക്ക്ഷോപ്പിന്റെ. അപ്പൊ അതും കൂടെ എനിക്ക് തീർക്കണം. റെക്കോർഡ് കൂടെ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ട് എനിക്ക് എന്റെ പണി നോക്കണം. ഓക്കെ, അപ്പൊ നിങ്ങളും പഠിക്കുകയൊക്കെ ചെയ്യണം. ഓക്കെ, എക്സാം ആയിട്ട് കുറെ പേര് ഉഴപ്പുണ്ടെന്നൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ കുറെ പോസ്റ്റ് കിട്ടായിരുന്നു, പട്ടികൾ പോലും തിരിഞ്ഞു നോക്കില്ല. ഓക്കെ, അപ്പം എന്റെ വീട് കണ്ടിട്ട് കുറെ നാളായി. ഓക്കെ, അപ്പൊ ഇന്ന് എനിക്ക് കുറച്ചുകൂടെ ഉണ്ടല്ലോ ടൈം റെക്കോർഡ് ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്യും? എന്തെങ്കിലും എനിക്ക് കുറച്ചുകൂടെ ടൈം ഉണ്ട്, കുറച്ചുകൂടെ ഇച്ചിരി. നമുക്ക് എന്തായാലും എന്റെ ഇരിക്കുന്ന ഞാൻ കൊണ്ട് കളഞ്ഞു, എക്സ്പിയും കൊണ്ട് കളഞ്ഞു. അപ്പൊ എന്തായാലും എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങൾക്ക് വല്ല ടിപ്പ് വല്ല പറഞ്ഞുതരാം അല്ലേ? ഞാൻ ടിപ്പൊക്കെ പറഞ്ഞു. എന്നാ ഞാൻ നിങ്ങൾക്ക് ദൈവം ബ്രീഡാവണം കാണിച്ചു തരാം. ബ്രീഡാവൂല. ഭയങ്കരമായിട്ട് ഹാർട്ട് വിടുന്നു, അതിനർത്ഥം ബ്രീഡാവൂല എന്നാണല്ലോ. കാരണം ഇത്രയും ഹാർട്ട് വീണേ ബ്രീഡാകത്തില്ല, എനിക്ക് ഓർമ്മയുണ്ട്.
കണ്ടോ? ആ എടാ ചുറ്റൊരു 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 അവിടെ നില്ല്, നിന്നെ എനിക്കിപ്പോ കൊല്ലണം. ആ ആ ഞാൻ എന്ത് നിങ്ങൾക്ക് ചെയ്തു തരും ഗൈസ്. ആ അതാണ് 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 അതാണ്. ഇന്നാലെ നമുക്ക് ഒരു ബ്രോ കമന്റ് ഇട്ടായിരുന്നല്ലോ, മറ്റേ മോബ് ഫാം എന്നല്ലേ. ഞാൻ വെള്ളം കുടിക്കട്ടെ, നിങ്ങൾ വെള്ളമൊക്കെ കുടിക്കാൻ ഭയങ്കര ചൂടല്ലേ. ഓക്കെ. ആ അപ്പൊ ഇന്നലെ നമുക്കൊരു ബ്രോ കമന്റ് ഇട്ടായിരുന്നു, മറ്റേ ഗോൾഡ് ഫാം. അത് നമ്മൾ ഇതുപോലെ അവിടെ എഴുതിയിടാൻ പോവാണ്. പിന്നെ കില്ല് ഡ്രാഗനും മറ്റേ ഗോൾഡ് ഫാമും മറ്റേ ഇലക്ട്രയും നമ്മൾ ഇവിടെ എഴുതിയിടാൻ പോവാണ്. ഓക്കെ. അപ്പൊ എഴുതിയിട്ടാ എനിക്ക് തീർത്തേ പറ്റത്തുള്ളൂ. ഓക്കെ. ഇതാ കിടക്കുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. ഇപ്പം ഇതിന് എങ്ങനെ ടേക്ക് ബുക്ക് ഇങ്ങനെ. അയ്യോ അതല്ല, സൂപ്പർ സ്മെൽട്ടർ ഒക്കെ ഉണ്ടാകണം അല്ലേ. ഇനി താഴെ ഇവിടെ ഇവിടെ എൻ്റർ അടിച്ചാൽ മതി. നമ്മള് കില്ല് ഡ്രാഗൺ എൻ്റർ. ഇല്ല, എന്ത് പറ്റി? കില്ലിന്ന് അടിക്കാൻ പറ്റത്തില്ല. ഓ എടാ, എന്റെ കേന്റെ അടിയിൽ എന്തോ പൊടിയാങ്ങണ്ട് കയറിയിരിക്കുന്നു. മെക്കാനിക്കലാവോണ്ട് എന്തോ. കില്ല് ഡ്രാഗണ് എന്താ തേക്ക് എലൈട്ര ഇലിട്ര എന്നായി. ആ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ തോന്നുന്നു. ആ ഇനി എന്താ? എടാ ഇതെന്ത് കേ വർക്ക് ആവുന്നില്ല. ഓ എന്റെ അടി പൊടി എറിഞ്ഞില്ലേ. ഓക്കെ. അയ്യോ ഇതെന്താ എന്റെ കീബോർഡ് ഞാൻ. ഓക്കെ. അയ്യോ ഓ അയ്യോ അയ്യോ ഗൈസ് പെട്ടടാ. എന്റെ കീന്റെ അടിയിൽ എന്തോ കയറി ഇരിക്കുക. ഓപ്പ എന്തുവാടാ. ഈശ്, ഇതാണ് വൃത്തിയോടെ സ്ഥലങ്ങൾ കൊണ്ട് നടക്കണമെന്ന് പറയണത്. നിനക്കൊക്കെ വൃത്തിയും ഇല്ല. എന്തുവാടാ ഇങ്ങനെ. നന്നായിക്കൂടെ. കോമഡി ആയി പക്ഷെ. എല്ലൈ അല്ലേടാ, വയ്യല്ലേടാ ഇലക്ട്രിക്ക്. എല്ലൈ ഇലിട്ര നല്ലത്. ആ എന്താ എന്നാ പഠിക്കാൻ വിട്ടാ പഠിക്കാൻ പോണത്. ഇങ്ങനെ കളിച്ചു നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ. ടാക്കിന്റെ സ്പെല്ലിംഗ് ഒക്കെയാണ്. അതെ, സംഭവം വേറൊന്നുമില്ല. എന്റെ കീബോർഡ് വർക്ക് ആവുന്നില്ല. കീബോർഡിന് എന്തോ കാര്യമായിട്ട് പ്രശ്നമായി. സംഭവം പൊടിയാണ് ഗൈസ് ഒരു കീബോർഡിന്റെ അവസ്ഥ. വെള്ള കീബോർഡ്, പിന്നെ വെള്ള കീബോർഡാണ് ഞാൻ വാങ്ങിച്ചപ്പോ ഇത് ബ്രൗൺ ആയി. ഒന്നുകൂടെ ആ ഗോൾഡ് ഫാർം. ഇനി ഒരു രണ്ടെണ്ണം കൂടെ നമുക്ക് എഴുതിയിടാം. നിങ്ങൾ പറയാട്ടോ. നമുക്ക് എന്തായാലും ഇത് ഇത്ര ഒരു